സാധാരണ ജനങ്ങളെ കാണുമ്പോൾ ആന ഓടി അടുത്ത ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു രംഗമുള്ള ഒരു തീവ്ര സ്വഭാവമുള്ള ആനയാണ്. അപ്പോൾ അതുകൊണ്ട് ആനയെ കയറ്റിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ നടപടികളും അതുപോലെ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങില്ല എന്നുള്ളതിന് ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കിണർ ഇടിക്കുവാനും ഈ ആനയെ കയറ്റാനും ഈ നാട്ടിലെ ജനങ്ങൾ സമ്മതിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഈ കിണറിന്റെ ഒരു വശം ഇടിച്ചിട്ട് ഇതിനെ കാട്ടിലേക്ക് ഓടിച്ചു വിടാൻ പറ്റുന്ന ഒരു അവസരം സാധിക്കില്ല. ഇവിടുന്ന് 3 കിലോമീറ്റർ അകലമുണ്ട് ഫോറസ്റ്റിലേക്ക്. അതുകൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ തന്നെയല്ല, ഈ ആനയെ ഇത്രയും ജനങ്ങൾ കൂടിക്കൊണ്ട് ജനങ്ങളെ ഏകദേശം മിക്ക ജനങ്ങളെയും ആനയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഈ ജനങ്ങളെ കാണുമ്പോൾ തീർച്ചയായിട്ടും രാത്രി ആന കൃത്യമായി തന്നെ ഉപദ്രവിക്കും. അങ്ങനെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ആനയെ ഈ നാട്ടിൽ നിന്ന് തന്നെ മാറ്റിയേ പറ്റുള്ളൂ. തന്നെയല്ല, ഒരുപാട് ജനങ്ങളുടെ കൃഷിയും നാശങ്ങളും സംഭവിക്കുകയാണ്. ഒരു മനുഷ്യനും വൈകുന്നേരമായാൽ ഭീതിയോടെ അല്ലാതെ ജനത്തിന് നാട്ടിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. നേരം വെളുത്ത് 7 മണിയാകാതെ ഒരു മനുഷ്യനും ഇവിടെ പ്രവർത്തിക്കില്ല. തന്നെയല്ല, ഇപ്പോൾ ആനയുടെ കാലിന് പരിക്കൊണ്ട് ഒരു കുപ്പിച്ചെല്ല് എന്താണ് കയറിയിട്ടെന്ന് അറിയാൻ പറ്റില്ല. അത് എടുക്കാൻ വേണ്ടി ആന വളരെ കഷ്ടപ്പെടുകയാണ്. ആ കഷ്ടപ്പെടുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലിൻ്റെ അടിയിൽ കുപ്പിച്ചെല്ലാണ് എന്തോ കയറിയിട്ടുണ്ട്. അത് എടുക്കാനായിട്ട് ആന വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ആനയെ നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ സംരക്ഷിക്കാനും എളുപ്പമല്ല.